കെ സ്മാർട്ട് ഇതിനെല്ലാം അപ്പുറം കേരളത്തെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ ഒരു ദിവസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെയും ജനങ്ങളുടെ സേവനങ്ങൾ ഓൺലൈനിൽ തന്നെ ലഭിക്കുന്നു എന്നുള്ളതാണ്. ഓഫീസിൽ പോയി സമയം കളയേണ്ട എന്നുള്ളതാണ്. അത്ര ഫാസ്റ്റായി അതിവേഗത്തിൽ നമ്മുടെ അപേക്ഷകൾക്ക് തീർപ്പുണ്ടാകാൻ പോകുന്ന നിലയിലേക്ക് എല്ലാ സ്ഥലങ്ങളും, എല്ലാ പഞ്ചായത്തുകളും, മുനിസിപ്പാലിറ്റികളും, കോർപ്പറേഷനുകളും ഒക്കെ മാറാൻ പോകുന്നു എന്ന തദ്ദേശ ഭരണ വകുപ്പിൻ്റെ വളരെ സുപ്രധാനമായൊരു മാറ്റം, ഒരു അഭിമാനം, അതേക്കുറിച്ചാണ് നമ്മൾ നേരത്തെ സംസാരിച്ചു കഴിഞ്ഞു. അപ്പോൾ തന്നെ പറഞ്ഞു ഇതേക്കുറിച്ച് വളരെ ഗൗരവമായി വിദഗ്ധമായി അല്ലേ ഡോക്ടർ സന്തോഷ് ബാബു എത്തും എന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹം എത്തിയിട്ടുണ്ട്, നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. ഇൻഫർമേഷൻ കേരള മിഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മിസ് ശരത് ആൻഡ് മിസ് വിനിഷ. റൈറ്റ്. എങ്ങനെയുണ്ട്? ഇന്നൊരു വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് അല്ലേ? കുറേ നാളത്തെ വലിയ പരിശ്രമം ഒരു വലിയ മാറ്റത്തിലേക്ക്. അതെ, ആക്ച്വലി ഞാനിവിടെ ജോയിൻ ചെയ്യുമ്പോൾ ഓണറബിൾ ചീഫ് മിനിസ്റ്ററിൻ്റെയും നമ്മുടെ LSTD മിനിസ്റ്ററുടെയും വി രാജേഷ് സാറിൻ്റെയും ഒരു മാൻഡേറ്റ് എന്ന് വെച്ചാൽ ജനങ്ങൾ ഓഫീസിൽ വരരുത്, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണം ചെയ്യുക. അതിനനുസരിച്ചാണ് ഇൻഫർമേഷൻ കേരള മിഷൻ കെ സ്മാർട്ട് നമ്മൾ വിന്യസിക്കുന്നത് 1/1/2024 മുനിസിപ്പാലിറ്റീസും കോർപ്പറേഷൻസ്. 93 അർബൻ ലോക്കൽ ബോഡീസിൽ ലാസ്റ്റ് 1 year 3 months ആയിട്ട് അത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇമ്പാക്റ്റ് എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. സെക്കൻഡുകൾക്കുള്ളിൽ ബിൽഡിംഗ് പെർമിറ്റ് കിട്ടുക. അത് പണ്ട് ബിൽഡിംഗ് പെർമിറ്റ്സിന് 3 സോഫ്റ്റ്വെയർ ആയിരുന്നു. ഇപ്പോൾ ആ ഒറ്റ സോഫ്റ്റ്വെയറിൽ ഹ്യൂമൻ ഇൻ്റർവെൻഷൻ ഇല്ലാതെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്ത് EDCR റൂൾ എഞ്ചിൻ, ഇലക്ട്രോണിക് ഡെവലപ്മെൻറ്റ് കൺട്രോൾ റൂൾസ്, പിന്നെ GIS റൂൾ എഞ്ചിൻ രണ്ടും കൊണ്ടുവന്നുകൊണ്ട് ഓൾമോസ്റ്റ് ഏറ്റവും ചുരുങ്ങിയത് 3 seconds കൊടുക്കാൻ പറ്റും. ഏറ്റവും കൂടിയത് മാക്സിമം 10 seconds നമുക്കിന്ന് സെൽഫ് സർട്ടിഫൈഡ് ബിൽഡിംഗ് പെർമിറ്റ്സ് കൊടുക്കാൻ പറ്റും. സോ അതൊന്ന് ആലോചിച്ച് നോക്കൂ. പണ്ട് മാസങ്ങളോളം എടുത്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ സെക്കൻഡ്സിനുള്ളിൽ കൊടുക്കുന്നത്. അതേപോലെ ബർത്ത് സർട്ടിഫിക്കറ്റ്, ഡെത്ത് സർട്ടിഫിക്കറ്റ്, മാരേജിൽ നമ്മൾ വീഡിയോ KYC, നമ്മുടെ ആൾക്കാരൊക്കെ പല സ്റ്റേറ്റ്സിലും പല കൺട്രീസിലുമാണ് ജീവിക്കുന്നത്. അപ്പോൾ മാരേജ് കഴിഞ്ഞ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പം ഭാര്യയും ഭർത്താവും പല ജിയോഗ്രാഫിക്കൽ ലൊക്കേഷൻസ് ഇരിക്കുമ്പോൾ മാരേജിന് തിരിച്ച് സർട്ടിഫിക്കറ്റ് എടുക്കാൻ തിരിച്ച് രജിസ്ട്രാറിന് മുന്നിൽ വരേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കത് ആവശ്യമില്ല. വീഡിയോ KYC ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. ലോകത്തിൽ എവിടെ ഇരിക്കാം, 3 പേരും 3 ഇടത്തിരുന്ന് 3-4 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ പല മോഡ്യൂൾസ്, 14 മോഡ്യൂൾസാണ് നമ്മളിതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് ശരത് പറഞ്ഞ പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേ ആണ്. നമ്മൾ 941 ഗ്രാമപഞ്ചായത്ത്, 152 ബ്ലോക്ക് പഞ്ചായത്ത് ആൻഡ് 14 ഡിസ്ട്രിക്ട് പഞ്ചായത്തിലേക്ക് വിന്യസിക്കുകയാണ്. വലിയൊരു ദിവസമാണ് കേരളത്തിന്. നമ്മുടെ മുഖ്യമന്ത്രിയും നമ്മുടെ LSTD മിനിസ്റ്ററും വിചാരിച്ച പോലെ, അവർ ഡ്രീം ചെയ്ത പോലെ ഞങ്ങൾക്ക് ഡെലിവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. ഞങ്ങളുടെ ഡെവലപ്മെൻറ്റ് ടീമും ഞങ്ങളുടെ ഫുൾ ടീം. ഈ സർവീസ് വിനിഷ എല്ലാവരും ചോദിക്കുന്ന ഒരു ആപ്പാണല്ലോ, വളരെ പ്രധാനപ്പെട്ട നില. ഇത് ഒട്ടും ബ്രേക്ക് ആവാതെ ഈ സർവീസ് നമുക്ക് വളരെ സ്മൂത്തായി നൽകാൻ കഴിയും വിധത്തിലേക്ക് പെർഫെക്റ്റ് ഫിറ്റായോ നിങ്ങളുടെ ഒരു? അബ്സല്യൂട്ട്ലി. ഇത് നമുക്കിപ്പം 1/1/2024 ഇത് ലോഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ആ ഇഷ്യൂസൊക്കെ സോൾവ് ആയി. സോ ഫോർ എക്സാമ്പിൾ, നമുക്ക് 38 ലക്ഷം ബിൽഡിങ്സ് ആയിരുന്നു അന്ന് ഈ അർബൻ ലോക്കൽ ബോഡീസിൽ. അതിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട റെക്കോർഡ്സ് 200 കോടി റെക്കോർഡ്സ് ആയിരുന്നു. പക്ഷേ നമ്മളിപ്പം തദ്ദേശത്തേക്ക് വരുമ്പോൾ, അതായത് ഗ്രാമപഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വരുമ്പോൾ 112 ലക്ഷം ബിൽഡിങ്സ് ആണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം, ഇറ്റ്സ് എ ലാർജ് വോളിയം ഓഫ് ഡേറ്റ. ഇപ്പോൾ വൺസ് ബിറ്റൻ ട്വൈസ് ഷൈ എന്ന് പറയുന്ന പോലെ പണ്ടത്തെ ആ അനുഭവം വെച്ചിട്ട് ഞങ്ങൾ എല്ലാ വിധത്തിലും സജ്ജമായിട്ടുണ്ട്. സെക്യൂരിറ്റി വൈസും സജ്ജമായിട്ടുണ്ട്. ഒരു പ്രശ്നവും വരാൻ ചാൻസ് ഇല്ല. പക്ഷേ ഇനി നെക്സ്റ്റ് 15 days ഒരു ക്ലോസ് സ്ക്രൂട്ടിനി ആൻഡ് മോണിറ്ററിങ് കാണും. റാപ്പിഡ് റെസ്പോൺസ് ടീംസ് എല്ലാം ഇൻ പ്ലേസ് ആണ്. പിന്നെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ട്രെയിനിങ്ങും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ബുദ്ധിമുട്ടാണ്. ഈ ILGMS എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ നേരത്തെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഗ്രാമപഞ്ചായത്തിന് അത്ര ഒരു ബുദ്ധിമുട്ട് വരത്തില്ല. അവർക്കൊരു ട്രാൻസിഷൻ ടു അഡ്വാൻസ് സോഫ്റ്റ്വെയർ എന്ന് പറയാം. ഒരു നല്ല പ്ലാറ്റ്ഫോമാണ്. മൈക്രോ സർവീസസ് ആർക്കിടെക്ചറും ഡിവോപ്സ് ടെക്നോളജിയൊക്കെ നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ബ്ലോക്ക് ചെയിൻ, അങ്ങനത്തെ കുറച്ച് എമേർജിംഗ് ടെക്നോളജീസ് യൂസ് ചെയ്തിട്ടുണ്ട്. So we expect it to be very seamless.